കല്ലടിക്കോട് പനയമ്പാടത്ത് ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സിമന്റ് ലോറി ഇടിച്ചു കയറി 4 സ്കൂൾ വിദ്യാർത്ഥിനികൾ മരിച്ചത്. അതിദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഇവർ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ വലിയൊരു അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ലോറി ഇവരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇന്നലെ മഴയുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാരണമാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഈ സംഭവത്തിൽ നടത്തുമെന്ന് മന്ത്രിമാരടക്കം ഉറപ്പു നൽകി. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം അനുശോചിക്കുകയും ചെയ്തിരുന്നു. ഐഷ, നിദ ഫാത്തിമ, ഇർഫാന, റിദ ഫാത്തിമ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 4 പേരും ഒരുമിച്ച് UP തലം മുതൽ പഠിച്ചവരാണ്. കുറച്ച് നാൾ മുൻപാണ് ഇവർ കരിമ്പ സ്കൂളിലേക്ക് ഇവർ പഠിക്കാനായി 8ാം ക്ലാസ്സിൽ ഒരുമിച്ച് ചേർന്നത്. ജീവിതം അവസാനിക്കുമ്പോഴും ഒരുമിച്ചാണ് ഇവർ മടങ്ങുക. ഇനി അവരുടെ കളിചിരികൾ ഒരിക്കലും ഉണ്ടാകില്ല. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതൊരിക്കലും തിരികെ കൊണ്ടുവരാനാകില്ല എന്നുള്ളതാണ്. നെഞ്ചു പിളർക്കുന്ന കാഴ്ചയാണ് ഇന്നലെ സംഭവിച്ചത്. അവരെ ഒരു നോക്ക് കാണാനായി ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കും. സച്ചിൻ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിൻ, ഈ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചോ? എത്ര മണിവരെയാണ് അവിടെ വീട്ടിലെ പൊതുദർശനം എത്ര മണിവരെയാണ്? തുടർന്ന് നടപടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അപകടത്തിൽ മരിച്ച നിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെഞ്ചു പിളർക്കുന്ന കാഴ്ച, അവരുടെ സങ്കടം, ഈ അവസരത്തിൽ മകളെ നഷ്ടപ്പെട്ട വേദന, അത് ഒരിക്കലും നമുക്ക് വാക്കുകളാൽ വിവരിക്കാനാകുകയില്ല. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. സച്ചിനാണിപ്പോൾ അവിടെ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത്. സച്ചിൻ, കേൾക്കാമെങ്കിൽ? നന്ദു, അല്പസമയത്തിനകമാണ് നിദ ഫാത്തിമ, അതായത് തച്ചമ്പാറ അപകടം നടന്ന സ്കൂളിനടുത്ത് തന്നെയാണ് നിദ ഫാത്തിമയുടെ വീട്. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചത്. കണ്ണീരോട് കൂടിയാണ് അതേപോലെ തന്നെ ബന്ധുക്കൾ മൃതദേഹം വലിയ കത്തിക്കുകയാണ് നാടും. അതേപോലെ തന്നെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ, നിരവധി പേരാണ് ഈ മൃതദേഹം വീടുകളിൽ എത്തുന്നത് അറിഞ്ഞ് ഈ നാട്ടുകാരായിട്ടുള്ള നിരവധി പേരാണ് വീടിനടുത്ത് കടിച്ചുകൂടിയിരിക്കുന്നത്. അവർ കണ്ണീരോട് കൂടിയാണ്. വളരെ വികാരഭരിതമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഓരോ ുടെയും വീടുകളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ അവരുടെ വീട്ടിലെ മതചടങ്ങുകളടക്കം നടക്കുന്നതിനാൽ തന്നെ അങ്ങനെയുള്ള സംസ്കാരവുമായി ബന്ധപ്പെട്ട് അത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. 4 പേരുടെയും വീട്ടിൽ മൃതദേഹങ്ങൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. 8 മണി വരെയാണ് 4 വീടുകളിൽ മൃതദേഹം വെക്കുക. അതിനുശേഷം ബന്ധുക്കൾക്ക് അതേപോലെ തന്നെ കുടുംബങ്ങൾക്ക് കണ്ടതിന് ശേഷം പാലക്കാട് കരിമ്പനക്കൽ ഹാളിലേക്ക് മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. അവിടെ വെച്ചാണ് സഹപാഠികൾക്കും അതേപോലെ തന്നെ മറ്റ് നാട്ടുകാരും അതേപോലെ തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എല്ലാ സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ടവരൊക്കെ ഈ 4 പേര് സംസ്കാര ചടങ്ങിന്റെ അടക്കം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഈ പൊതുദർശനം നടക്കുന്ന ഹാളിലും എത്തും. കരിമനക്കൽ ഹാളില് 12 മണി വരെയാണ് പൊതുദർശനം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ നിന്നും തുപ്പനാട് ജുമാ മസ്ജിദിൽ 12 മണിയോടുകൂടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബന്ധുക്കളൊക്കെ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ കാണാൻ വേണ്ടി എത്തിക്കുന്നത്. വലിയ ദുഃഖകരമായ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നന്ദു.
തീർച്ചയായിട്ടും സച്ചിൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ വിഷമത്തിൽ പങ്കുചേരാൻ മാത്രമേ നമുക്ക് ആവുകയുള്ളൂ. ഇപ്പോൾ നിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും കൂടെ വെച്ചില്ല. ഉള്ളുപൊട്ടുന്ന വേദന, നെഞ്ചുലയ്ക്കുന്ന കാഴ്ച. നിതയുടെ പിതാവിനെയാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമം, അദ്ദേഹത്തിൻ്റെ നെഞ്ച് ഉലയുകയാണ്. കാരണം ഇനി ഒരിക്കലും നിതയുടെ കളിച്ചിരികൾ ഇനി ഒരിക്കലും ആ വീട്ടുമുറ്റത്തുണ്ടാകില്ല. എത്ര ആഗ്രഹിച്ചാലും നിതയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും കഴിയുകയില്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒപ്പം കുടുംബാംഗങ്ങളുടെയും പ്രതീക്ഷയാണ് നഷ്ടമായത്. രാവിലെ പരീക്ഷയ്ക്ക് പോകാൻ വീട്ടിൽ നിന്നും ആശീർവാദമൊക്കെ വാങ്ങി യാത്ര പറഞ്ഞു പോകുമ്പോൾ നിതയോ അല്ലെങ്കിൽ പിതാവോ മാതാവോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ ചേതനയേറ്റ ശരീരമായി തിരികെ വീട്ടിലേക്ക് എത്തുമെന്ന്. ഒരിക്കലും വാക്കുകൾ കൊണ്ട് ഈ ഒരു സാഹചര്യത്തെ നമുക്കൊരിക്കലും വിവരിക്കാനാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രയും സങ്കടം അവിടെ തളം കെട്ടി നിൽക്കുകയാണ്. മൃതദേഹം അവസാനമായി കാണാൻ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. വളരെയധികം സങ്കടത്തോടെയാണ് നിതയുടെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കണ്ടത്. ആ സങ്കടം താങ്ങാനാകുന്നതിനും അപ്പുറമാണ്. ഇന്നലെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളാണ് 3:45 അവരുടെ വിശേഷങ്ങളും പരീക്ഷയിൽ അവരെഴുതിയ ചോദ്യങ്ങളും പരീക്ഷയിലെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ആ റോഡിൽ മഴയുണ്ടായിരുന്നു. ആ മഴ, അമിതവേഗം ഇതൊക്കെ ഒരു കാരണമാകാം അപകടത്തിന്. അങ്ങനെ നിയന്ത്രണം വിട്ട ലോറി ഇവരിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. 4 പേരും UP തലം മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരേ നാട്ടുകാരാണ്. വീടുകൾ തമ്മിൽ അധികം ദൂരമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് നാൾക്ക് മുമ്പാണ് കരിമ്പ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിക്കാനായി ഒരുമിച്ച് ചേരുന്നതും. അത്രത്തോളം ഗാഢമാണ് അവരുടെ സൗഹൃദം. ജീവിതത്തിലും അവർ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചു, ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നു. ജീവിതം അവസാനിക്കുമ്പോഴും അവർ ഒരുമിച്ച് തന്നെ മടങ്ങുകയാണ്.
ഇപ്പോൾ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.